ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജ്ഞാനത്തെക്കുറിച്ചും പരിജ്ഞാനത്തെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമുക്ക് സദൃശ്യവാക്യം 9-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങളൊന്ന് ചിന്തിക്കാം. സദൃശ്യവാക്യം 9:7-8. പരിഹാസിയെ തിരുത്തുന്നവൻ നിന്ന ക്ഷണിച്ചു വരുത്തുന്നു, ദുഷ്ടനെ ഭർസിക്കുന്നവൻ അപമാനം നേടുന്നു. ഇതാണ് 7ാമത്തെ വാക്യം. 8ാമത്തെ വാക്യം പറയുന്നത് പരിഹാസിയെ ഭർസിക്കരുത്, അവൻ നിന്നെ വെറുക്കും, ജ്ഞാനിയെ ഭർസിക്കുക, എന്നാൽ അവൻ നിന്നെ സ്നേഹിക്കും. പരിഹാസിയെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ പുറകിൽ 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ വാക്ക് പറയുന്നു ജ്ഞാനം, ജ്ഞാനി. അതായത് ജ്ഞാനമുള്ളവനെ ജ്ഞാനി എന്ന് പറയുന്നു, പരിജ്ഞാനമുള്ളവനെ പരിജ്ഞാനി എന്ന് പറയുന്നു. ജ്ഞാനം എന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അറിവിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുന്നതാണ് ജ്ഞാനം. അറിവിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുന്നതാണ് ജ്ഞാനം. മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഈ പാലിൽ നിന്ന് വെണ്ണയുണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ ചിന്തിച്ചാൽ അറിവ്. വെണ്ണയിൽ നിന്ന് നെയ്യെടുക്കുന്നത് ജ്ഞാനം. ഇതെങ്ങനെയാ എന്ന് ചോദിച്ചാൽ, പാലിൻ്റെ ആയുസ് ഫ്രിഡ്ജോ സംവിധാനങ്ങളോ ഇല്ലെങ്കിൽ പാലിൻ്റെ ആയുസ് 1 ദിവസം, വെണ്ണയുടെ ആയുസ് 7 ദിവസം, നെയ്യുടെ ആയുസ് ഒരു ജീവിതകാലം, ഒരായുസ്. അപ്പോൾ പാലിൻ്റെ ആയുസ് 1 ദിവസം, വെണ്ണയുടെ ആയുസ് 7 ദിവസം. മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ മംഗലത്തിലും വെള്ളത്തിലും ഒക്കെ ഇട്ട് സൂക്ഷിച്ചാൽ അത് 7 ദിവസം കഴിയുമ്പോൾ അത് ആകെ വശക്കേടാകും. നെയ്യുടെ ആയുസ് എന്ന് പറയുന്നത് ദീർഘകാലം എന്ന് പറയാം, വേണമെങ്കിൽ ഒരായുസ് എന്ന് പറയാം. അത് സൂക്ഷിക്കുന്നതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അത് ദീർഘകാലം നിൽക്കും. ഇത് നമുക്ക് ഈ പാലിൽ നിന്ന് വെണ്ണയെടുക്കുന്നത് അറിവ് എന്ന് പറഞ്ഞത്, ഇപ്പോൾ ഈ സ്കൂളിലൊക്കെ പിള്ളേർ പഠിക്കുന്ന പല കാര്യങ്ങളും അറിവാണ്. മാക്സിമം പരീക്ഷയുടെ സമയം വരെ അവർക്കിതുള്ളൂ. അത് കഴിയുമ്പോൾ അവർ വിട്ട് കളയുക. ഞാനും നിങ്ങളും പഠിച്ച കാര്യങ്ങൾ അറിവായിട്ട് പരീക്ഷ എഴുതിയതിൽ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കാര്യങ്ങളുണ്ട്. അതെല്ലാം അറിവാണ്. എന്നാൽ അതിൽ നിന്ന് ചിലത് നമുക്ക് നെയ്യായിട്ടുള്ളി വരും എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കും. അത് ജ്ഞാനം. അപ്പോൾ എനിക്ക് ജ്ഞാനമായിട്ട് എൻ്റെ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ അറിവിൽ നിന്ന് എനിക്കത് യോഗ്യമായി ഉള്ളിൽ കിട്ടിയിരിക്കുന്നത്, നിലനിൽക്കുന്നത് ജ്ഞാനം. ഇനി പരിജ്ഞാനം എന്താണ് എന്ന് ചോദിച്ചാൽ, അത് പിരിച്ചെഴുതി കഴിഞ്ഞാൽ പരം പ്ലസ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ പരത്തിനെക്കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധനെക്കുറിച്ചുള്ള ജ്ഞാനം. പരിശുദ്ധനെക്കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അറിവ്, പരിജ്ഞാനം. ഈ പരിജ്ഞാനമുള്ളവൻ എന്ന് പറഞ്ഞാൽ അവന് ആത്മിക കാര്യങ്ങളിൽ വ്യക്തമായ അറിവുള്ളവൻ, പരിശുദ്ധനെക്കുറിച്ചുള്ള അറിവുള്ളവൻ. അത് പരിജ്ഞാനം. പക്ഷേ ഇത് ജ്ഞാനം. ഇനി മനുഷ്യനെ അംഗീകരിക്കുന്നില്ല എന്നത് ഒരു ജ്ഞാനമാണ്. ചുമ്മാ പറയുന്നത് അംഗീകരിക്കുന്നത്. ഇപ്പം നമ്മൾ വിശ്വാസികൾ തമ്മിലാണെങ്കിലും ശുശ്രൂഷകനുമായിട്ടാണെങ്കിലും നമ്മളിൽ നിന്നൊരു നന്മ കിട്ടുമ്പോഴേ അവൻ നമ്മളെ അംഗീകരിക്കുന്നുള്ളൂ. വിശ്വാസിയും പാസ്റ്റർമാരുമായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. 90%, ഒരു 10% അല്ലാത്തവരുണ്ട് കേട്ടോ, യഥാർത്ഥത്തിലുള്ളവരുണ്ട്. നന്മ മുടങ്ങുമ്പം അംഗീകാരവും പോകും, പിണക്കവും ആകും. എന്നാൽ ദൈവം മനുഷ്യനെ അംഗീകരിക്കുന്നത് അതൊരു പരിജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. ദൈവം മനുഷ്യനെ അംഗീകരിച്ച് അതിനകത്ത് ദൈവത്തിന് ഇവിടുന്ന് ആരും ഒന്നും കൊടുത്തിട്ടൊന്നുമല്ലല്ലോ. കാരണം ഈ അംഗീകാരം ഇരിക്കുന്നത് മനസ്സിലാണ്. ദാവീദിനെക്കുറിച്ച് പറയുന്നത്, ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ. ഹൃദയം എന്ന് പറഞ്ഞാൽ അകത്തിങ്ങനെ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയമല്ല. ഈ ബൈബിള് ഹൃദയം എന്ന് പറയുന്നത് ഈ കാണുന്ന ഹൃദയമല്ല, മനസ്സാണ്. അപ്പോൾ ഈ മനസ്സിൻ്റെ കേന്ദ്രമായ ഹൃദയം. അപ്പോൾ ആ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ എന്നാണ് ദാവീദിനെ വിളിക്കുന്നത്. ഈ 1 ശമൂവേലിൻ്റെ പുസ്തകം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ദാവീദ് ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാൻ്റെ ഹൃദയം ദാവീദിൻ്റെ ഹൃദയത്തോടെ ഇഴുകിച്ചേർന്നു. ശൗലിനോട് സംസാരിക്കുന്നത്, അപ്പനോട്.
അപ്പനോട് സംസാരിക്കുമ്പം മകൻ്റെ ഹൃദയം സംസാരിച്ചവനുമായിട്ട് ഇഴുകി ചേർന്നു. കണ്ടോ? ഇവിടെ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട, ഇതെല്ലാം മനസ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. ജ്ഞാനം ഇവിടെ നിൽക്കട്ടെ, നമ്മൾ പിന്നെ മുന്നോട്ട് പോകാം. ജ്ഞാനവും പരിജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടും കേട്ട് മനസ്സിലാക്കുക. അപ്പൻ്റെ വചനം കേട്ട്, ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കാത്തവനാണ് പരിഹാസി. രണ്ട് തരം പരിഹാസികളുണ്ട്. ആത്മീക പരിഹാസിയുണ്ട്, ഭൗതിക പരിഹാസിയുണ്ട്. യഥാർത്ഥത്തിലുള്ള പരിഹാസി ആത്മീക പരിഹാസിയാണ്. അവൻ സഭയിലുള്ളവനാണ്. അവന് പാപക്ഷമ ലഭിക്കുകയില്ല, കാരണം അവൻ മാനസാന്തരപ്പെടുകയില്ല. ഇവൻ മാനസാന്തരപ്പെട്ട അകത്ത് കയറിയിട്ട് പിന്നെ ഇവൻ മാനസാന്തരപ്പെടാനുള്ള സാധ്യതയില്ല. എന്നാൽ ഭൗതിക പരിഹാസിക്ക് മാനസാന്തരപ്പെട്ടാൽ ക്ഷമ ലഭിക്കും. ഈ ആത്മീക പരിഹാസിയോട് ചേരാൻ പറ്റുകയില്ല, കാരണം അവൻ മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. അവൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു വച്ചിട്ടുണ്ട്. ഇതിനെ വിശ്വാസകോളം വിളിക്കുന്നത് ശൗലിൻ്റെ ആത്മാവിൽ വ്യാപരിക്കുന്നവരെന്നാണ്. ശൗലിൻ്റെ ആത്മാവിൽ ചില ശുശ്രൂഷകർ അങ്ങനെ, അവർ ശൗലിൻ്റെ ആത്മാവിൽ അവരങ്ങ് വ്യാപരിക്കുക. അവർ ഏകാധിപതികളാണ്. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നടപടി എടുക്കുക എന്നുള്ളതാണ്. നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ പുറത്താക്കും, ഞാൻ എന്ന് പറഞ്ഞാൽ സഭയുടെ മെമ്പർഷിപ്പ് മുറിച്ച് കളയുന്നു. അവർക്ക് അതേ ചെയ്യാം. ഈ ഏകാധിപതികളാണ് ഇത് പറയുന്നത്. ഈ സഭയുടെ മെമ്പർഷിപ്പും പേപ്പറിലുള്ളത് ഇതൊക്കെ ഇതിലും വലിയ സംവിധാനം ഉണ്ടായിരുന്ന മതത്തിൽ നിന്ന് ഇറങ്ങി വിശ്വാസത്തിൽ വന്നപ്പോൾ ഇത് പറഞ്ഞതുപോലെ മഴ പെയ്തിട്ട് നനഞ്ഞില്ല, പിന്നെയല്ലേ മഞ്ഞ് കൊണ്ടു കഴിഞ്ഞാൽ. മഴ പെയ്തിട്ട് നനയാഞ്ഞിടത്ത് ആകാശം മുട്ടയുള്ള കെട്ടിടം, 10, 600, 700 കുടുംബങ്ങളുണ്ടായിരുന്ന കൂട്ടായ്മയ്ക്കകത്തുനിന്ന് ഈ 7, 10, 12 കുടുംബങ്ങളുള്ള ഉണക്ക കൂട്ടായ്മയ്ക്കകത്തോട്ട് വന്നത്. അതിനകത്തുനിന്ന് പുറത്തോട്ടാക്കും, നടപടി. ഈ ശൗലിൻ്റെ ആത്മാവിൽ വ്യാപരിക്കുന്ന ശുശ്രൂഷകന്മാരുടെ ഒരു പ്രധാന വാക്കത് നടപടിയെടുക്കും. ഞാൻ പുറത്താക്കും, മെമ്പർഷിപ്പ് കീറിക്കളയും, മെമ്പർഷിപ്പ് തരികയില്ല. ദൈവത്തിൻ്റെ സഭയിൽ ലോകത്തിൽ മെമ്പർഷിപ്പ് കൊടുത്തു. ലോകത്തിൽ അങ്ങനെ ഒരു സഭയേ ഉള്ളൂ. അതിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മെമ്പർഷിപ്പ് കൊടുക്കുന്നവനെ അകത്ത് കയറുള്ളൂ. അങ്ങനെ അകത്ത് കയറുന്നവൻ ദൈവത്തിൻ്റെ സഭയിലെ അംഗമായതുകൊണ്ട് കൂടി വന്ന മരിച്ചിട്ടുള്ള അടക്കിൻ്റെ കാര്യമല്ലേ. അത് മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ഇന്ന് വരെ ഒരിടത്തും ഒരുത്തനെ ഉണങ്ങി വെച്ചിട്ടില്ല. എനിക്കറിയാവുന്ന ഒരു നല്ല ദേവദാസൻ, അദ്ദേഹം പറയും, ആദ്യം നീ മരിക്ക്, പിന്നെ അടക്കാം. ആദ്യം നീ മരിക്ക്. എനിക്കും അത് കേട്ടപ്പോൾ ആശ്വാസമായി. മരിച്ചു കഴിഞ്ഞല്ലേ അടക്കിൻ്റെ കാര്യം. മരിച്ചവരെ ആരെയും ഒരിടത്തും വെച്ചിട്ടുമില്ല. പിന്നെ കല്യാണം 3000 രൂപ മുതൽ 5000 രൂപ വരെ കൊടുത്താൽ ഓർഡിനേഷൻ ഉള്ളവന് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വാടകയ്ക്ക് നിൽക്കുക വഴിയിൽ. 3000 മുതൽ 5000 വരെ കൊടുത്താൽ ഓർഡിനേഷൻ ഉള്ളവൻ ബുക്കുമായിട്ട് നടക്കുക. അവനെ പർച്ചേസ് ചെയ്ത് കല്യാണം നടത്താം. അതുകൊണ്ട് നടപടിയൊന്നും ആരും പേടിക്കരുത്. അപ്പോൾ ഇതെല്ലാം ഈ നടപടി പറയുന്നവനെല്ലാം ആത്മീക പരിഹാസിയാണ്. ചിലപ്പോൾ ശുശ്രൂഷകനായിരിക്കും എന്നുള്ള വേറൊരു കാര്യം, പക്ഷേ അവൻ ആത്മീക പരിഹാസി. ഇവനോടൊന്നും ചേരാൻ പറ്റിയല്ല. അതായത് അവന് വചനത്തെ അറിയാം, ദൈവത്തെ അറിയാം, പിതാപുത്ര പരിശുദ്ധാത്മാവിനെ അറിയാം, പ്രസംഗിക്കുന്നുണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, സ്നാനപ്പെടുത്തുന്നുണ്ട്, കാര്യമൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇവൻ ആത്മീക പരിഹാസിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി സങ്കീർത്തനം 35:16 വാക്യം, സത്യവേദ പുസ്തകത്തിൽ അത് വായിച്ചിട്ട് ഭൂമിയിൽ ഒരു മനുഷ്യർക്കും അത് വ്യാഖ്യാനിക്കാൻ പറ്റിയല്ല. സത്യവേദ പുസ്തകത്തിൽ അത് എഴുതി വച്ചേക്കുന്നത് അടിയന്തരങ്ങളിലെ കോമാളികൾ എന്നൊക്കെ എഴുതിയേക്കുന്നത്. എന്നതാണെന്ന് ആർക്കറിയാം? വിശ്വാസിക്ക് എവിടെ അടിയന്തരം ഇരിക്കുന്നു, അതിനകത്ത് കോമാളി എവിടെ ഇരിക്കുന്നു? എന്നാൽ ഈ ബൈബിളിൽ 35:16 എഴുതിയേക്കുന്നത് പോലെ, അഭക്തരെ പോലെ അവർ ക്രൂരമായി എന്നെ പരിഹസിച്ചു, അവർ എനിക്കെതിരെ പല്ല് കടിച്ചു. അത് പിന്നെയും കുറച്ച് കാര്യം മനസ്സിലാകും. അഭക്തരെ പോലെ ക്രൂരമായി എന്നെ പരിഹസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം വിശ്വാസിയാണ്, പക്ഷേ വിശ്വാസത്തിന് നിരക്കാത്ത രീതിയിൽ പരിഹസിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ആംപ്ലിഫൈഡ് വേർഷനിൽ അത് കിടക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അപ്പത്തിന് വേണ്ടി എന്ന് മാത്രമല്ല, അപ്പ കഷ്ണത്തിന് വേണ്ടി പക്ഷം പിടിക്കുന്നവനെ പരിഹാസി എന്ന് പറയുന്നു. ആദായത്തിന് വേണ്ടി പക്ഷം പിടിക്കുന്നവനെ പരിഹാസി എന്ന് പറയുന്നു. ജീവിതത്തിന് വേണ്ടി പക്ഷം പിടിക്കുന്നവനെ പരിഹാസി എന്ന് പറയുന്നു. ആദായത്തിനും ഭൗതിക സാഹചര്യങ്ങൾക്കും വേണ്ടി പക്ഷം പിടിക്കുന്നവനെ പരിഹാസി എന്ന് പറയുന്നു. ഇതൊക്കെ ഉള്ളത് സഭയ്ക്കകത്ത് തന്നെയാണ്. അഭക്തരെ പോലെ അവർ ക്രൂരമായി എന്നെ പീഡിപ്പിച്ചു, എന്നെ പരിഹസിച്ചു എന്ന് എഴുതിയേക്കുന്നത്. പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കേസാകട്ടോ, അങ്ങനെയല്ല, പരിഹസിച്ചു, പല്ല് കടിച്ചു. അവർ അഭക്തരെ പോലെ, അപ്പോൾ ഒരു ഭക്തരായിരുന്നു, പല്ല് കടിച്ചു, വിശ്വാസികളായിരുന്നു. സദൃശ്യം 9:12 പറയുന്നു, നീ വിജ്ഞനെങ്കിൽ നിൻ്റെ ജ്ഞാനം തന്നെ നിനക്ക് പ്രതിഫലം എന്ന് പറഞ്ഞാൽ ജ്ഞാനിയാണെങ്കിൽ ജ്ഞാനം തന്നെ പ്രതിഫലം, പരിഹസിക്കുന്നെങ്കിലോ അതിൻ്റെ ഫലം നീ തന്നെ
ചുമക്കണം. പരിഹാസിയാണെങ്കിൽ അതിൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കണം എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഏകാധിപതികളോട് പറയട്ടെ, നിങ്ങളുടെ മേലുള്ള അറിവ് നിങ്ങൾക്ക് തന്നെ നാളെ പാരയായി മാറും. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ശൗലിൻ്റെ ആത്മാവ് നാളെ നിങ്ങൾക്ക് തന്നെ പാരയാകും. നിങ്ങളെ ഒരു മനുഷ്യനും നിങ്ങളെ ഒരു സമാധാനത്തിൽ ഓർത്തിരിക്കില്ല. അവർ പറയും അയാളൊരു ഏകാധിപതിയായിരുന്നു, ഉത്തര കൊറിയൻ പ്രസിഡൻറ്റിനെ പോലെ ഏകാധിപതിയായിരുന്ന ഒരുത്തൻ കുറേ കാലം ഞങ്ങളുടെ ശുശ്രൂഷകനായി വന്നിരുന്നു പോയി. ഉണ്ടായിരുന്നപ്പോൾ 13 കുടുംബം ഉണ്ടായിരുന്ന അയാൾ പോയപ്പോൾ അത് 7 മാറി. ബാക്കിയുള്ളവരെല്ലാം ഇറങ്ങിപ്പോകുന്നവർക്കെതിരെ നടപടികളും കുൽസിത പ്രവർത്തികളും ചെയ്തു എന്ന് പറയുന്ന ശൗലിൻ്റെ ആത്മാവുള്ളവനായിരുന്നു എന്നുള്ള പേര് നിങ്ങൾക്ക് വന്നു വീഴും. ശുശ്രൂഷകരോടാണ് പറയുന്നത്. എന്നാൽ സാധാ ജനത്തിനോടും വിശ്വാസികളോടും പറയട്ടെ, ദൈവത്തിൻ്റെ സഭയിലെ അംഗമാണെങ്കിൽ, വചനമനുസരിച്ച് രക്ഷിക്കപ്പെട്ടവനാണ്, സ്നാനപ്പെട്ടവനാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ വ്യക്തമായി നടത്തിക്കൊള്ളും. നിങ്ങളുടെ സംസ്കാരം വരുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം അത് യോഗ്യമായി ചെയ്യും. നിങ്ങൾക്കൊരു വിവാഹം വരുമ്പോൾ ദൈവം അതിനുള്ള അവസരങ്ങൾ ഒരുക്കും. നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ദൈവം ഒരുക്കും. എന്നെ ശ്രദ്ധിക്കുന്ന, ഈ മൈക്കിൻ്റെ ഈ റെക്കോർഡിൻ്റെ വീഡിയോയുടെ പരിധിക്കകത്തിരുന്ന് കേൾക്കുന്ന, ശബ്ദപരിധിക്കകത്തിരുന്ന് കേൾക്കുന്ന ഓരോ സഹോദരങ്ങളോടും പറയട്ടെ, നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, പല സഭകളിൽ നിന്നും കർത്താവെ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ചവിട്ടി പുറത്താക്കി വേദനയോടും പ്രയാസത്തോടും കൂടെ ഭവനങ്ങളിൽ ഇരുന്ന് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അങ്ങ് ആശ്വസിപ്പിക്കണമേ. അവർ നിന്ന സത്യത്തെ അങ്ങ് അംഗീകരിക്കണമേ. യോഗ്യമായ കൂട്ടായ്മകൾ ദൈവം ഒരുക്കണമേ. അവരുടെ മനസ്സിനെ ദൈവം തിരിച്ചറിയണേ. ഹൃദയത്തിലെ ഭാരങ്ങളെ ദൈവം ഒഴിവാക്കണമേ. കർത്താവെ, ശൗലിൻ്റെ ആത്മാവിൽ വ്യാപരിക്കുന്ന ശുശ്രൂഷകരെ എല്ലാം അങ്ങ് മാറ്റിക്കളയണമേ. ഏകാധിപതികളെ സഭകളിൽ നിന്ന് അങ്ങ് എടുത്തു കളയണമേ. നടപടി എന്ന വടിയുമായി നിൽക്കുന്നവൻ്റെ പുറത്ത് തന്നെ ദൈവത്തിൻ്റെ വടി വീഴണമേ. അങ്ങനെ ഒരു അടി ഈ ദിവസങ്ങളിൽ അവരുടെ പുറത്ത് ദൈവം തന്നെ കൊടുക്കണമേ. ദൈവം ഒന്ന് കൊടുത്താൽ അത് മനുഷ്യന് താങ്ങാൻ കഴിയാത്തതാകും. കൊടുക്കേണ്ടവനോട് ദൈവം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ അങ്ങ് ദയയോടെ ഓർക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.